അച്ഛാ, എങ്ങനെയും ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് കാണാനാ ഞാൻ. മോള് വിളിച്ചെന്ന് ബലരാമന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അച്ഛാ, ഞാൻ മോള് വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാ ബലരാമനെ വിളിച്ചത്. പക്ഷേ അതുപോട്ടെ, അതിന് സംസാരിക്കണ്ട. ഞാൻ മോളെ ഇവിടെ വരാൻ പറഞ്ഞത് തനുജയുടെ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളും മോളെ അറിയിക്കാനാ. മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യരാണ്, ആർക്കെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞാൻ കുറച്ചു ദിവസമായി നല്ല പ്രഷറില്ല. അപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നിലെ കഥകൾ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് കരുതിയ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെന്തെങ്കിലും നാളെ സംഭവിക്കുന്നല്ല, ഞാനൊരു മുൻകരുതൽ പറഞ്ഞതാ മോളെ. ഞാൻ ഇന്നലെ ബലരാമൻ അങ്കിളിനെ വിളിച്ചതിന് ശേഷമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്? അച്ഛാ, ഞാൻ ബലരാമൻ അങ്കിളിനെ വിളിച്ചു, ശരി തന്നെ. പക്ഷെ തനുജ ആരാണെന്ന് പോലും അങ്കിളിന് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. മറ്റൊരു സ്ത്രീയിൽ തനിക്കൊരു കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഓർമ്മയോ ലക്ഷണമോ ഒന്നും ബലരാമൻ അങ്കിൾ കാണിച്ചില്ല. ഇങ്ങോട്ടായിട്ടാ ചോദിച്ചേ. തനുജയെ കുറിച്ച് വാർത്ത കാണുന്നുണ്ട്, അതെന്താ? സിദ്ധു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, സിദ്ധുവിനെ ഭീഷണിപ്പെടുത്താൻ ആരോ ചെയ്തതാ എന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ബലരാമൻ അങ്കിളിനൊന്നും അറിയില്ലാന്ന്. തനുജ അങ്കിളിന്റെ മോളാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. ഞാൻ കരുതിയത് തനുജ എന്റെ മോളാണ്, എനിക്ക് വേണ്ടി സിദ്ധു ഒരുപാട് അനുഭവിക്കുന്നു എന്നൊക്കെ ബലരാമൻ അങ്കിൾ ഇങ്ങോട്ട് പറയുന്ന. ഞാൻ പറഞ്ഞില്ലേ, അവനൊരു കുഞ്ഞ് ജനിച്ച കാര്യം അവൻ അറിഞ്ഞെങ്കിലല്ലേ അവനെല്ലാം ഓർമ്മിക്കാനാവൂ. അവൻ രക്ഷപ്പെടാൻ വേണ്ടി മറവി അഭിനയിക്കുന്നല്ല. അവനെ കാര്യങ്ങളൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. തനുജയെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ അവൻ പറഞ്ഞപ്പോ നീ കരുതി കാണുമല്ലേ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്. അയ്യോ, കാര്യങ്ങൾ ബലരാമന്റെ തലയെ കെട്ടിവെച്ച് ഞാൻ രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല അച്ഛാ. അച്ഛൻ പറയുന്നതാണ് സത്യമെന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അറിയാം. ബലരാമൻ അങ്കിളുടെ ജീവിതത്തിൽ പിന്നീട് എന്താ അച്ഛൻ സംഭവിച്ചത്? ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുന്ന കാലം. യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നു ഞാനും ബലരാമനും. അന്ന് യുവാക്കൾക്ക് വേണ്ടി പാർട്ടി നേതൃത്വ ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ പാർട്ടി ക്യാമ്പിൽ പങ്കെടുത്തൊരു പെൺകുട്ടിയുമായി ബലരാമൻ അടുത്തു. അവരുടെ ബന്ധം അതിരുവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിനിടെ പാർട്ടി ബലരാമനെ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചു. യൂത്ത് വിങ്ങിന്റെ ദേശീയ സെക്രട്ടറിയായി ബലരാമന് സ്ഥാനക്കയറ്റം കിട്ടി. ഈ സമയത്ത് ബലരാമന്റെ അച്ഛൻ ഒരു വിവാഹാലോചന കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മകൾ ചന്ദ്രമതി. അപ്പോ ബലരാമൻ അങ്കിൾ ആ ആലോചന എതിർത്തില്ലേ? പ്രണയിച്ച കുട്ടിയെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞില്ലേ? ഒന്നാമത് ബലരാമൻ ആ പ്രണയം സീരിയസ് ആയി എടുത്തിരുന്നില്ല. ആ പെൺകുട്ടിയും ആ രീതിയിലെ കണ്ടിരുന്നുള്ളൂ എന്നാണ് ബലരാമനും വിശ്വസിച്ചത്. അച്ഛൻ കൊണ്ടുവന്ന കല്യാണാലോചന ബലരാമൻ അങ്കിളിന് അംഗീകരിക്കേണ്ടി വന്നു അല്ലേ? അതെ, ചന്ദ്രമതിയുമായി വിവാഹം കഴിഞ്ഞു. അയ്യോ, അപ്പോ ആ പെൺകുട്ടി ഒന്നും അറിഞ്ഞിരുന്നില്ലേ? ബലരാമൻ അങ്കിളുമായിട്ട് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? കുറെ കാലം ആ പെൺകുട്ടി നാട്ടിലുണ്ടായിരുന്നില്ല. അതിനിടെയാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്നറിയുന്നത്. അവളുടെ വൃദ്ധനായ അച്ഛൻ മകളെയും കൂട്ടി എന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും ബലരാമന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ബലരാമന്റെ കുടുംബജീവിതം തകർത്തിട്ട് ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആ അച്ഛന് ചിന്തിക്കാൻ തോന്നിയില്ല. ബലരാമൻ അങ്കിളിനെ കാണാൻ ആ പെൺകുട്ടി ശ്രമിച്ചില്ലേ? ഇല്ല. സ്നേഹിച്ചിരുന്ന പുരുഷന് തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ ജീവിതം നയിച്ചോട്ടെന്ന ചിന്തയായിരുന്നു അവൾക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് ജനിക്കുമ്പോൾ തന്നെ തന്റെ മകൾക്ക് പിറക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനത്തിലാണെന്ന്. ഈശ്വര,
ഈ വിവരം അറിഞ്ഞതു മുതൽ എന്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി. ഉണ്ണാനോ ഉറങ്ങാനോ സാധിച്ചില്ല. ഒരു പിഞ്ചു കുഞ്ഞിന്റെ നിലവിളി എപ്പോഴും എന്നെ പിന്തുടരുന്നത് പോലൊരു തോന്നൽ. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.